2025 ഒരു കാർ വാങ്ങാൻ പോവുകയാണോ അതോ പഴയ കാർ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഫിനാൻഷ്യൽ ടിപ്സ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഹായ് ഓൾ, ദിസ് അഖിൽ ഫ്രം മെഡ്വലപ്പ്. സോ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാകുവാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ നമുക്ക് ആദ്യം തന്നെ ബജറ്റിങ്ങിനെ പറ്റി നോക്കാം. ഒരു കാർ വാങ്ങുവാൻ വേണ്ടി പോകുന്ന സമയത്ത് ആദ്യം തന്നെ അത് ഏതൊരു അസറ്റ് ക്ലാസ്സിലാണ് പെടുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് അസറ്റ് ക്ലാസ് ആണുള്ളത്, അപ്രിഷിയേറ്റിംഗ് അസറ്റ് ക്ലാസ് ആൻഡ് ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ് ക്ലാസ്. കാർ ഒരു ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ് ക്ലാസ് ആണ്, കാരണം ഓരോ വർഷവും അതിൻ്റെ വാല്യൂ 20% കുറയുകയാണ് ചെയ്യുക. ആൻഡ് അപ്രിഷിയേറ്റിംഗ് അസറ്റ് ക്ലാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് ഇവയൊക്കെയാണ്. സോ അതിലേക്ക് നമ്മൾ കൂടുതലായി സ്പെൻഡ് ചെയ്താൽ പോലും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. അതേസമയം ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ് ക്ലാസ് ആയിട്ടുള്ള കാറിലേക്കോ അതുപോലെയുള്ള അസറ്റുകളിലേക്കോ കൂടുതലായി സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് അടിമുടി തെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കുവാൻ വേണ്ടി ആദ്യം തന്നെ ബജറ്റിംഗ് കൃത്യമായിട്ട് ചെയ്യണം. നമ്മുടെ മന്ത്ലി സാലറി എത്രയാണോ അതിൻ്റെ ഒരു 15-20% ആയിരിക്കണം കാറിൻ്റെ ഹോൾ ചിലവെന്ന് പറയും. ഒരു കാർ നമ്മൾ വാങ്ങുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് മാത്രം ശ്രദ്ധിക്കാതെ കൃത്യമായിട്ട് അതിന് ശേഷം വരാൻ പോകുന്ന കോസ്റ്റ് എന്തൊക്കെയാണെന്ന് കൂടി ബജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. കാറിൻ്റെ EMI, ഫ്യൂവൽ, ഇൻഷുറൻസ് ആൻഡ് സർവീസ് ചാർജസ് എല്ലാം കൂടി നമ്മുടെ ടോട്ടൽ മന്ത്ലി സാലറിയുടെ 15-20% ഉള്ളിലായിരിക്കണം വരേണ്ടത്. നിങ്ങൾ 50,000 രൂപയാണ് മന്ത്ലി ഏൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 10,000 രൂപയായിരിക്കണം കാർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും വരേണ്ടത്. സോ ബജറ്റിംഗ് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം, ദ തംബ് റൂൾ. നോർമലായി നമ്മൾ ഒരു സേവിങ്സിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന റൂളാണ് 50-30-20 റൂൾ. ഇതിൽ 50% നമ്മുടെ ഡെയിലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ടും 30% വാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ആൻഡ് ബാക്കിയുള്ള 20% സേവിങ്സിലേക്കുമാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് 30% ആയിട്ടുള്ള വാണ്ടഡ് ഐറ്റംസിലായിരിക്കണം നമ്മുടെ കാറ് ഉൾപ്പെടേണ്ടത്. അതല്ലാതെ 20%ലേക്ക് വെച്ചിട്ടുള്ള സേവിങ്സിലേക്ക് ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മിനിമം 30% എങ്കിലും ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം മാത്രം നമ്മളൊരു കാർ വാങ്ങാൻ ശ്രമിക്കും. കാരണം EMI ആൻഡ് ഇൻട്രസ്റ്റ് ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, നമ്മൾ എടുക്കുന്ന EMI ഒരിക്കലും 5 വർഷത്തിന് മുകളിലേക്ക് പോകാതിരിക്കും. കാരണം എല്ലാ വർഷവും 20% വാല്യൂ കുറയുന്ന ഒരു അസറ്റിലേക്ക് 5 കൊല്ലത്തിൽ കൂടുതൽ നമ്മൾ EMI പേ ചെയ്യുന്നത് ഫിനാൻഷ്യലി ഒരിക്കലും കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല. ബജറ്റിങ്ങും തംബ് റൂളും മനസ്സിലായ സ്ഥിതിക്ക് ഏതാണ് കാർ വാങ്ങാൻ ഐഡിയൽ ആയിട്ടുള്ള ടൈം. ടോട്ടൽ ഇയർലി ഇൻകം 6 ലക്ഷത്തിന് താഴെയും ആൻഡ് ആ ഫാമിലിയിലെ സോൾ ഏണർ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കാർ വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. കാരണം അവിടെ നമുക്ക് EMI ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ഡെയിലി നീഡ്സിന് പോലുമുള്ള എമൗണ്ട് മാറ്റിവെക്കാൻ പറ്റാതെ വരുന്ന ഒരു ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, നിങ്ങൾക്കൊരു എമർജൻസി ഫണ്ട് 6 മാസത്തേക്കെങ്കിലും കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കാർ വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുക. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ്, ഈ ഒരു കാർ ലോൺ അല്ലാതെ ഒരുപാടധികം EMIസോ ക്രെഡിറ്റ് കാർഡ് ലോൺസോ നിങ്ങൾക്കുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അടച്ചു തീർത്തതിന് ശേഷം മാത്രം പുതിയൊരു EMI സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ്, ഫിനാൻഷ്യലി അല്ലാതെ ഒരു കാർ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ബാക്കിയുള്ള പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പർപ്പസ് ആണ്. നിങ്ങളുടെ നീഡ് എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഒരു കാർ വാങ്ങുമ്പോൾ അത് ലോങ് ഡ്രൈവിനാണോ അതോ ഡെയിലി യൂസിനാണോ എന്ന് നോക്കി അതിന് അനുയോജ്യമായിട്ടുള്ള കാറുകൾ സ്വന്തമാക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റീസെയിൽ വാല്യൂ. കൃത്യമായിട്ട് നമുക്ക് ഡിപ്രിഷിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവിടെ വാല്യൂ കുറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എങ്കിൽ പോലും ചില കാറുകളുടെ ബ്രാൻഡുകൾക്ക് റീസെയിൽ വാല്യൂ നല്ല രീതിയിൽ കുറവായിരിക്കും. അത് കൃത്യമായി നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സേഫ്റ്റി ഫീച്ചേഴ്സ്. ഒരിക്കലും ഓൺ റോഡ് പ്രൈസ് കുറയ്ക്കുവാൻ വേണ്ടി ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ബാധിക്കാൻ ചാൻസ് ഉള്ളൊരു കാരണമാണ്. സോ ഇനി ഒരിക്കലും വേറൊരാൾക്ക് കാർ ഉണ്ട് എന്ന് കരുതി അതിലേക്ക് പെട്ടെന്ന് തന്നെ പോകാതെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ആ ഡിസിഷനിലേക്ക് എത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ കാർ വാങ്ങാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. ആൻഡ് ഇതുപോലെയുള്ള സ്മാർട്ട് മണി ടിപ്സിനായി മെഡ്വലപ്പിൻ്റെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തു.